മാസപ്പടിക്കേസിൽ വീണയ്ക്ക് നിർണായക പങ്കെന്ന് SFIയുടെ കുറ്റപത്രം. ഇടപെടലിലൂടെ 2.7 കോടി കൈപ്പറ്റിയ വീണ പ്രതിപ്പട്ടികയിൽ 11ാമത്. വീണയുടെ IT കമ്പനി ഒരു സേവനവും നൽകിയിരുന്നില്ലെന്നും CMRL MD ശശിധരൻ കർത്തയുമായി ചേർന്നാണ് പണം കൈപ്പറ്റിയതെന്നും കുറ്റപത്രം. വിവരങ്ങളുമായി ലീഗൽ ഡെസ്കിൽ നിന്ന് ഷബ്ന സിയാദ് ചേരുന്നു. ഷബ്ന, ഇപ്പോൾ മാസപ്പടിക്കേസിൽ വീണ 11ാമത് സ്ഥാനത്താണ് പ്രതിപ്പട്ടികയിൽ. എന്താണ് വിശദാംശങ്ങൾ? അഞ്ജലി, മുഖ്യമന്ത്രിയുടെ മകളെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഏപ്രിൽ 4-നായിരുന്നു SFIO അന്തിമ കുറ്റപത്രം സമർപ്പിച്ചത്. കൊച്ചിയിലെ കോടതിയിലാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. ഇതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന നിർണായകമായ ചില കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. ഈ കുറ്റകൃത്യത്തിൽ വീണയ്ക്ക് നിർണായകമായ പങ്കുണ്ട് എന്നാണ് SFIയുടെ കുറ്റപത്രം പറയുന്നത്. വീണയെ പ്രതിപട്ടികയിൽ 11ാമതാണ് ചേർത്തിട്ടുള്ളത്. 2.78 കോടി കൈപ്പറ്റിയത് വീണയുടെ ഇടപെടലിൽ കൂടിയാണ് എന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. CMRLന്റെ MD ശശിധരൻ കർത്തയുമായി ചേർന്നാണ് ഇത്തരത്തിൽ ഇടപാട് നടത്തിയത്. വീണയുടെ IT കമ്പനി ഒരു സേവനവും ഈ CMRLന് നൽകിയിരുന്നില്ല. എക്സാലോജിക്കിന്റെ പേരിൽ ഇത്തരത്തിൽ പണം കൈപ്പറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ CMRL MD ശശിധരൻ കർത്തയും വീണയും ചേർന്ന് ഇത്തരത്തിൽ 2.78 കോടി തട്ടിപ്പ് നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം CMRL IT മാർക്കറ്റിംഗ് കൺസൾട്ടന്റായി വീണയെ നിയമിക്കുകയും ചെയ്തിരുന്നു. എക്സാലോജിക്കിന് പ്രതിമാസം 3 ലക്ഷം രൂപ നൽകുന്നതിന് പുറമെ 5 ലക്ഷം രൂപ പ്രതിമാസം പെൻഷനായി നൽകി എന്നാണ് SFIO കുറ്റപത്രത്തിൽ പറയുന്നത്. നേരത്തെ തന്നെ ഈ കുറ്റപത്രം സമർപ്പിച്ചിരുന്നെങ്കിലും ഇതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ മാത്രമാണ് പുറത്തു വരുന്നത്. കൃത്യമായി വീണയ്ക്ക് ഇതിൽ പങ്കുണ്ട്, അല്ലെങ്കിൽ വീണയുടെ ഇടപെടൽ മൂലമാണ് 2.78 കോടി ഈ എക്സാലോജിക് കമ്പനി കൈപ്പറ്റിയത് എന്ന് കുറ്റപത്രത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ശരി ഷബ്ന, മാസപ്പടിക്കേസിൽ വീണയ്ക്ക് നിർണായക പങ്കെന്ന് SFIO റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് ലീഗൽ ഡെസ്കിൽ നിന്ന് ഷബ്ന സിയാദാണ്.